എല്ലാവർക്കും സ്വാഗതം. ഒട്ടുമിക്കപ്പോഴും നമ്മൾ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഉള്ളിൽ ഒരു സംശയത്തോടെ എന്താണ് യാഥാർത്ഥ്യമെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വയംഭോഗം അമിതമായാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. അങ്ങനെ അമിതമായിട്ട് സ്വയംഭോഗം ചെയ്താൽ കണ്ണു കുഴിയുമോ, നെഞ്ച് കുഴിയുമോ, ശരീരം മൊത്തത്തിൽ മെലിഞ്ഞു പോകുമോ, കാഴ്ച നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ കാഴ്ച കുറയുമോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അതിൽ ചെറുപ്പക്കാരുണ്ട്, മുതിർന്നവരുണ്ട്, കൗമാരക്കാരുണ്ട്. കാരണം ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടായി പോകുന്ന സ്വാഭാവികമായ സംശയങ്ങളാണ് ഇതൊക്കെ. ഇതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? ആദ്യമേ ഒരു കാര്യം മനസ്സിലാക്കുക, സ്വയംഭോഗം എന്ന് പറയുന്നത് അതിൽ തന്നെ അതൊരു പ്രശ്നമേ അല്ല. അത് കുറച്ചുകൂടെ വിശദമാക്കിയാൽ, ഒരു പുരുഷൻ്റെ പ്രത്യുൽപാദന വ്യൂഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒന്നാണ് ശുക്ലം എന്ന് പറയുന്നത്. അതിങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഉള്ള കാലം മുഴുവൻ അതങ്ങനെ സംഭരിച്ച് വെക്കപ്പെടുക എന്ന് പറയുന്നൊരു സംഭവമില്ല. അത് ലൈംഗിക ബന്ധത്തിലൂടെയോ അല്ലെങ്കിൽ സ്വയംഭോഗത്തിലൂടെയോ ഈ പറഞ്ഞ രണ്ടും നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അറിയാതെ ഉറക്കത്തിൽ സ്വപ്നസ്കലമായിട്ടോ ഒക്കെ ശുക്ലം പുറത്തു പോയേ പറ്റൂ എന്നുള്ളത് ശരീരത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം കൂടിയാണ്. ഇങ്ങനെ ശുക്ലം പുറത്തു പോകുമ്പോൾ അതേ സ്ഥാനത്ത് വേറെ പുതിയ ശുക്ലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശുക്ലം എന്ന് പറയുന്നത് അങ്ങനെ തീർന്നു പോകുന്ന ഒന്നല്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ലൈംഗിക ഉത്തേജനങ്ങളിലൂടെ കൂടുതൽ ത്വരിതമാകുന്ന ശുക്ലോത്പാദനം നമ്മുടെ ശരീരത്തിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്വാഭാവികമായ ലൈംഗിക ഉത്തേജനം ഉണ്ടാവുകയും ഒരു ലൈംഗിക ബന്ധത്തിനുള്ള സന്ദർഭമോ സൗകര്യമോ അതിനുള്ള സാഹചര്യമോ ഒന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം തന്നെ കണ്ടെത്തിയിരിക്കുന്ന ഒരു സ്വയബഹിർഗമന മാർഗമാണെന്ന് വേണമെങ്കിൽ പറയാം ഈ സ്വയംഭോഗം എന്ന് പറയുന്നത്. തീർത്തും സ്വാഭാവികമായിട്ട് ചെയ്തു പോകുന്ന പ്രകൃത്യാ ഉള്ള ഒരു പ്രവർത്തനം തന്നെയാണത്. പക്ഷേ ഈ സ്വയംഭോഗ ശീലം എന്ന് പറയുന്നത് അമിതമായാലോ അവിടെ എന്താണ് സംഭവിക്കുക? സ്വയംഭോഗം എന്ന് പറയുന്നത് അമിതമായാൽ പോലും ശാരീരിക തലത്തിൽ ഹാനികരമായിട്ട് ഒന്നും തന്നെ പ്രത്യേകിച്ച് സംഭവിക്കുന്നില്ല. പക്ഷേ വ്യക്തിത്വത്തിലോ തുടർച്ചയായിട്ടുള്ള അമിത സ്വയംഭോഗ ആസക്തി കുറേ ആൾക്കാരെങ്കിലും സ്വയം ഉൾവലിയുന്ന വ്യക്തിത്വത്തിലേക്ക് മാറ്റുകയും അത് വല്ലാത്തൊരു ഒതുങ്ങിയ ഒരു പേഴ്സണാലിറ്റിയിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യാറുണ്ട്. അവരുടെ ഉൾമനസ്സിൽ അല്ലെങ്കിൽ ഉപബോധ മനസ്സിൽ ക്രമേണ അടിഞ്ഞുകൂടിയ അടിച്ചമർത്തിയ കുറ്റബോധം തന്നെയാണ് അതിൻ്റെ കാരണം. മറ്റാൾക്കാരുമായിട്ട് അടുത്തിടപഴകുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ തോന്നുക, അല്ലെങ്കിൽ സ്ത്രീകളുടെ മുഖത്തേക്കൊന്നും ആർജവത്തോടെ നോക്കി വളരെ ഫ്രീ ആയിട്ട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റാതെ വരിക, അങ്ങനെയൊക്കെ ഉള്ള ചില പ്രശ്നങ്ങളിലേക്ക് ഈ അമിത സ്വയംഭോഗ ആസക്തി നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കാറുണ്ട്. അതിരുവിട്ട ലൈംഗിക ചിന്തകൾ അങ്ങനെ നമ്മളിലേക്ക് തന്നെ ഒതുക്കിയേക്കാം. പിന്നെ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ പുസ്തകം തുറന്നു വയ്ക്കും, പക്ഷെ അവരുടെ മനസ്സിൽ നിറയെ ലൈംഗിക ചിന്തകളായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് അവരെ എങ്ങനെയെങ്കിലുമൊക്കെ സ്വയംഭോഗം ചെയ്യാനുള്ള അവസരം അവർ കണ്ടെത്തുകയും ചെയ്യും. ജീവിതത്തിന് അങ്ങനെ അടുക്കും ചിട്ടയും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തലത്തിലേക്ക് മാറുകയും ഒന്നിനും ഒരു ഉത്സാഹമില്ലാത്ത ഒരു രീതിയിലേക്കൊക്കെ നമ്മുടെ സ്വഭാവം നമ്മൾ അറിയാതെ അങ്ങ് മാറിപ്പോവുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇവർക്ക് സംഭവിച്ചേക്കുന്ന വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു കാര്യം അവർ ചെയ്യാനായിട്ട് തുടങ്ങും, പക്ഷെ അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അടുത്തതിലേക്ക് അവർ ചാടിയെന്നിരിക്കും. കാരണം അവർക്കൊരു സ്ഥിരമായിട്ട് അതിൽ തന്നെ നിൽക്കാനുള്ളൊരു മാനസികാവസ്ഥ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് എതിർലിംഗത്തിൽപ്പെട്ടവരായിട്ട്, ഇപ്പം ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളായിട്ട്, ഇപ്പോൾ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികളുമായിട്ട് വളരെ ആരോഗ്യകരമായ ഒരു സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ പറ്റാതെ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ചിന്തിക്കേണ്ട വേറൊരു വിഷയമുള്ളത്, സമപ്രായക്കാരായിട്ടുള്ള ആൺകുട്ടികൾ അവർ പെൺകുട്ടികളോട് സംസാരിക്കുകയും അവർ തമാശ പറയുകയൊക്കെ ചെയ്യുന്നു. അതേപോലെ തന്നെ സമപ്രായക്കാരായിട്ടുള്ള പെൺകുട്ടികൾ ആൺകുട്ടികളോട് വളരെ ആക്റ്റീവായിട്ട് സംസാരിക്കുകയും ആശയവിനിമയം നടത്തുകയൊക്കെ ചെയ്യുന്നത് കാണുന്ന ഇവരുടെ ഉള്ളിൽ ഒരു കോപം കലർന്ന ഒരു നിരാശ മെല്ലെ രൂപപ്പെടുകയും അതവരെ ചിലപ്പോൾ വിഷാദത്തിലേക്കൊക്കെ നയിക്കാനുമൊക്കെ ചില സാധ്യതകളുണ്ട്. പിന്നെ ഈ അമിത സ്വയംഭോഗ ആസക്തി എന്ന് പറയുന്നത് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അവരുടെ പഠിത്തത്തെയും വിദ്യാഭ്യാസത്തെയൊക്കെ മൊത്തത്തിൽ ബാധിക്കുകയും അവരുടെ വ്യക്തിത്വം വല്ലാതെ ഒരു വികലമായ തലത്തിലേക്ക് അറിയാതെ മാറിപ്പോവുകയാണ് ചെയ്യുക. സ്വയംഭോഗം എന്ന് പറയുന്നത് അമിതമാണെങ്കിൽ പോലും, ഇപ്പോൾ ഒരു അഡിക്ഷൻ എന്ന രീതിയിലേക്കൊക്കെ സ്വയംഭോഗം എത്തിയാൽ പോലും ശാരീരിക തലത്തിൽ ഹാനികരമായിട്ട് ഉള്ളത് പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. പക്ഷേ വ്യക്തിത്വങ്ങളെ അത് ചിലപ്പോൾ ഒരു അടിച്ചമർത്തിയ കുറ്റബോധത്തിലേക്ക് കൊണ്ടുപോവുകയും സ്വയം ഉൾവലിയുന്ന ഒരു സ്വഭാവ ശൈലിയിലേക്ക് നമ്മളെ ചിലപ്പോൾ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യും. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം.
അതുകൊണ്ട് മനസ്സിനെ ഫ്രീ ആക്കി ഇടുക. സ്വയംഭോഗത്തെപ്പറ്റി കൂടുതൽ ചിന്തിച്ച് വെറുതെ സമയം കളയാതിരിക്കുക. അത് അമിതമാണെങ്കിൽ പോലും ശാരീരിക തലത്തിൽ പ്രത്യേകിച്ച് പ്രത്യാഘാതങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കുന്നില്ല. പക്ഷേ ചിലരുടെ കാര്യത്തിൽ അത് വ്യക്തിത്വ പ്രശ്നങ്ങളിലേക്ക് നയിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത്രമാത്രം. വേറൊരു പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.